ഈ കാണുന്ന റോഡ് കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ കൂടി കടന്നു വരുന്ന NHൻ്റെ ബൈപ്പാസ് റോഡാണ്. മാനന്തവാടി, ബത്തേരി, മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കൊക്കെ പോകുന്ന NHൻ്റെ ബൈപ്പാസ് റോഡ്. ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെ മാത്രമാണ് കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിൻ്റെ ഓരത്താണ് ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്ന താക്കോൽദാന ചടങ്ങിൻ്റെ പന്തലാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റുമായി ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല വർക്കല്ലേ, അസല് പണിയൊക്കെ ഉണ്ടല്ലോ. ബിൽഡിങ്ങിന്റെ പണി വർക്ക് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും നല്ല എല്ലാം അതല്ലാതെ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കണല്ലോ. ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ഈ 400 വീടിൻ്റെ പണി ഏത് വിധത്തിലായി ഇതിൻ്റെ ഒരു പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നത്. എന്തായി ഇപ്പോൾ 178 വീടിൻ്റെ താക്കോൽദാനം 25-ാം തീയതി കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ട് ഞങ്ങളെ പ്രദേശത്തിലെ ഞങ്ങളെ സംഘടനയിലെ നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി ഇത് കണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്താൻ, ബാക്കിയുള്ളവരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ ചെറിയാണ് ഞങ്ങൾ കുടുംബസമേതയുണ്ട്. ബാക്കി എല്ലാവരും നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അല്ലേ. ഗവൺമെന്റ് നടത്തുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ കഴിയണം. കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് ബേടകം. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ വന്നിരിക്കും? ഇന്നലെ 9 മണിക്ക് കാസർഗോഡ് പുറപ്പെട്ടു. ആദിവാസി നിയമസമിതി ആദിവാസി നിയമസമിതി ഏരിയ. വെരി ഗുഡ്. രാമേന്ദ്രൻ അല്ലേ? വെരി രാമേന്ദ്രൻ. കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നിരവധി പേരാണ് ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റുമായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള ജനത അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത പ്രത്യാശയുടെ ഒരു പുണ്യസ്ഥലമായി മാറുകയാണ് ഈ ടൗൺഷിപ്പ്.